എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നെൻ്റെ മോർണിംഗ് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. വിഷുവിൻ്റെ തലേദിവസമുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. വിഷുവിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, പടക്കം പൊട്ടലാണ്. അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് വേഗം എഴുന്നേറ്റ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ മുളക് കൂട്ടന്മാരൊന്ന് പറിക്കാൻ പോറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി അച്ഛൻ അതൊന്ന് പറിച്ചു വയ്ക്കാൻ പറയുന്നു. കാരണം കുറേ പഴുക്കും ചെയ്തിട്ടുണ്ട്, പിന്നെ മൂത്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കുറേ സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് വെറുതെ ഇരിക്കേണ്ട, പകരം നമുക്ക് പച്ചമുളകിനൊക്കെ പറിച്ചെടുക്കാം കേട്ടോ. ഇന്ന് രാവിലെ വല്ലാത്തൊരു ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കാണാനായിട്ട്. നമ്മുടെ അവിടെ കുറേ ഫ്ലവറൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതൊക്കെ ആസ്വദിച്ച് പച്ചമുളകൊക്കെ പറിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ വിഷുവിന് വെള്ളരിക്ക പറിക്കാലോ വീട്ടിലെന്ന് പറഞ്ഞ് നട്ടതാണ് കേട്ടോ. പക്ഷെ അത് കുക്കുമ്പറായി മാറി. എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. അമ്മയ്ക്ക് തെറ്റിയതാണോ ഇനി തൈ തന്ന ആൾക്ക് തെറ്റിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു കുക്കുംബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇപ്പം തന്നെ സമയം 7 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് പോകാനുള്ളതുകൊണ്ടും അമ്മയ്ക്കിന്ന് ഫുഡൊന്നും കൊണ്ടുപോകണ്ട, പകരം ചായയൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. വന്ന് ചായ വെക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇപ്പം ഞാൻ കട്ടൻ ചായ കുടിക്കലില്ല, പാൽ ചായയാണ്. ദിവസം ഒരു ചായ ആക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചായയുടെ അളവ് ഭയങ്കര കൂടുതലായിരുന്നു, അത് ഞാൻ കുറച്ചിട്ടുണ്ട്. പിന്നെ ചൂടിൻ്റെ സമയമായതുകൊണ്ട് അധികം ചായ കുടിക്കൊന്നും നടക്കില്ല കേട്ടോ. പാലൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന നമ്മുടെ കുറച്ച് സാധനങ്ങളെടുത്ത് പുറത്ത് വയ്ക്കാനുണ്ട് കേട്ടോ. ലിവറാണ്, കാരണം ഐസ് വിടണമല്ലോ. പിന്നെ പതുക്കെ നമുക്ക് പണികൾ തുടങ്ങാം, അല്ലെങ്കിൽ ഉച്ചയായി പോകും കേട്ടോ. പിന്നെ വൈകുന്നേരം നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്, കാരണം കണി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് പുറത്ത് വയ്ക്കാം. പിന്നെ അച്ഛൻ ഇറച്ചിയൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. വിഷുവിൻ്റെ തലേദിവസം ഞങ്ങളുടെ ഇവിടെ ഫുൾ ഇറച്ചി കൊണ്ട് ഏറായിരിക്കും കേട്ടോ. കാരണം എല്ലാ ടൈപ്പ് ഇറച്ചിയും അതുപോലെ തന്നെ മീനൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം നല്ല അടിച്ച് പൊളിക്കുന്ന ദിവസമാണ്. ഞാൻ കിച്ചണിൽ എൻ്റെ പണി അങ്ങോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തി ഇവിടെ വന്ന് നല്ല പടക്കം പൊട്ടിക്കലാണ് കേട്ടോ. എനിക്ക് ഈ പടക്കം പൊട്ടിക്കൽ ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്കേ വരലില്ല. അങ്ങനെ കുറച്ച് പടക്കം പൊട്ടിച്ചപ്പോൾ ആൾക്ക് ക്ഷീണമായിട്ടുണ്ട്. ഇനി നേരെ വന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ഉണ്ണീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നെ ദോശ പരത്താൻ പഠിപ്പിച്ച ആൾ ഉണ്ണിയാണ് കേട്ടോ. അവളാണ് പരത്തി എനിക്ക് പഠിപ്പിച്ചു തന്നത്. അവൾ നന്നായി ദോശ പരത്തു കേട്ടോ. അവൾ ദോശ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ചട്നിയും കൂടി തട്ടിക്കൂട്ടാം. ഗോതമ്പ് ദോശ ആയതുകൊണ്ട് തന്നെ അധികം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എല്ലാവർക്കും 2 എണ്ണം വീതമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ഗോതമ്പ് ദോശ അധികം അങ്ങോട്ട് പോവലില്ല. പിന്നെ ഉണ്ടാക്കി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് തുണികൾ വിരിച്ചിടാനുണ്ട് കേട്ടോ. ക്ലീനിങ് ഒക്കെ നമ്മുടെ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്കേ ചിന്തിക്കേണ്ട. രാവിലെ അമ്മ അലക്കി വെച്ച് തന്നിട്ടുണ്ട്. ആ തുണിയൊക്കെ നമുക്കെടുത്ത് വിരിച്ചിടാം. നല്ല വെയിലുള്ളതുകൊണ്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും ആശാന്മാരൊക്കെ ഉണങ്ങി കിട്ടിക്കോളും. അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമുക്ക് ക്ലീനാക്കി ഇടാം. അതിന് ശേഷം എന്താ പൂക്കളൊക്കെ കണ്ട് കുറച്ച് നേരം ഇരിക്കുക കേട്ടോ. ഈ ഒരു വെള്ള ഓർക്കിഡ് ഇവിടെ വിരിഞ്ഞത് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് പറ്റിയാണാവുക. സാധാരണ എല്ലാം ഞാൻ കാണാറുള്ളതാണ്. ഇത് ഞാൻ ഫുള്ള് പൂതേ വാടി തുടങ്ങി എന്നിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതേ കണിക്കൊന്നൊക്കെ വാങ്ങി തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ണിയുടെ ഒരു ക്രേസാണ്. അവൾക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി എന്താ രാവിലത്തെ പണി കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം, അല്ലെങ്കിൽ പിന്നെ അത് കൂടിക്കഴിഞ്ഞാൽ ഇരട്ടി പണിയാവും. അതിനുള്ളിൽ അച്ഛൻ പോയി ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ തീയൊക്കെ പൂട്ടാം. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അമ്മ അധികം വിറകെടുത്ത് അകത്ത് വെക്കലില്ല കേട്ടോ. നമ്മുടെ പ്ലാവിൻ്റെ ചോട്ടിൽ കുറച്ച് വിറകിട്ടിട്ടുണ്ട്, അതവിടെ നിന്ന് എടുത്ത് തീർക്കണം കേട്ടോ. പ്ലാവ് മുറിക്കാറായിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് നമുക്ക് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് ആ വിറകെടുത്ത് തീർക്കുകയാണ് കേട്ടോ. വിറകൊക്കെ എടുത്തുകൊണ്ടൊന്ന് അടർത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് അരി കഴി അടപ്പത്തിടാം. അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ തീ പിടിപ്പിക്കൽ ഭയങ്കര വിറ്റാണ് കേട്ടോ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, കത്തിക്കാൻ വിറകുണ്ടായാൽ പോരാ, ക്ഷമയുള്ള ആളും കൂടി ഉണ്ടെങ്കിലേ നമ്മുടെ അടുപ്പ് കത്തിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരൊറ്റ ക്ഷമയില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തീ പിടിപ്പിക്കുന്നതെന്നേ ഉള്ളൂ. ഈ വട്ടം ചകിരി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അധികം പണിയെടുക്കാണ്ട് വേഗം തീ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടേനെ. 8:30 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടെടുത്ത് തുടങ്ങിയിട്ടോ. അതുകൊണ്ട് മുടിയൊക്കെ ദേ പൊക്കി കെട്ടി സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ആദ്യം ഞാൻ ലിവർ നുറുക്കി കൊടുത്തു ഉണ്ണിക്ക്. ഉണ്ണിയാണ് കേട്ടോ ഇന്നത്തെ ഫുള്ള് പാചകം. ഞാൻ അവളുടെ ഹെൽപ്പറായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ലിവറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാണ്ട് ഓരോന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് വരുന്ന പാത്രങ്ങളും അപ്പം തന്നെ കഴുകി അപ്പം വൃത്തിയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇരട്ടിപ്പണിയാവും കേട്ടോ. നമുക്ക് തന്നെ വട്ട് പിടിക്കും. അതുകൊണ്ട് ഓരോന്നായിട്ട് ചെയ്യാം. പിന്നെ അത്യാവശ്യം സമയമുണ്ടല്ലോ. പിന്നെ ഞാൻ മീനൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനുള്ളത് പരട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സവാള വഴറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവൾക്ക് എൻ്റെ വഴറ്റൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആശാത്തി എന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോർക്കൊക്കെ കഴുകി വൃത്തിയാക്കി വേവിച്ച് കൊടുത്തിട്ടുണ്ട്. അതും സെറ്റാക്കി
ആളിതേ പപ്പടമൊക്കെ വറുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനിടയിൽ മീനും വറുത്തെടുക്കുന്നുണ്ട്, ചിക്കനും വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ പോയി ഫുഡൊക്കെ കഴിച്ചൊരു ഉറക്കമൊക്കെ പാസ്സാക്കി വൈകുന്നേരമായപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിറ്റൊക്കെ അടിച്ചിടാനുണ്ട്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട് കേട്ടോ. മിറ്റടിച്ചിട്ട് അകത്ത് കയറിയിട്ട് നമ്മുടെ ഉരുളി സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ കിണ്ടി മാത്രമേ ഞാൻ കഴുകണുള്ളൂ കേട്ടോ. ബാക്കി അമ്മ വന്നിട്ട് കഴുകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിണ്ടിയിൽ അധികം അങ്ങനെ വൃത്തിയാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുക്കുന്ന കാരണം. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ഞാനത് ക്ലീൻ ചെയ്യും, പക്ഷേ ഞാൻ ക്ലീൻ ചെയ്താലും അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തി വരില്ല. അപ്പോൾ പിന്നെ അമ്മ തന്നെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തുളസി അതുപോലെ തന്നെ ചെത്തിയൊക്കെ പറിച്ചെടുക്കാം കേട്ടോ. പാമ്പിൻ്റെ ശല്യം ഭയങ്കര ആയതുകൊണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ പറിച്ചെടുക്കാം. കാരണം ഇവിടെ ഈ ഒരു ഏരിയയിൽ നിറച്ച് പാമ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സന്ധ്യ ആവുന്നതിന് മുമ്പ് പറിച്ച് കയറിയതാണ്. ഇനി നമുക്ക് മാല കെട്ടാം കേട്ടോ. മാല കെട്ടാൻ ഞാൻ ഭയങ്കര എക്സ്പെർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. പണ്ടൊക്കെ സ്ഥിരമായിട്ട് മാല കെട്ടാറുണ്ട്, മുല്ലപ്പൂവൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോൾ ആ വക സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ മാലയും കൂടി കെട്ടി വെച്ച് കൈയും മുഖവും കഴുകി നമ്മൾ നേരെ പോവാണ് കേട്ടോ പുറത്തേക്ക്. അപ്പോഴേക്കും എന്തേ അമ്മ വന്നിട്ടുണ്ട്. അമ്മ വീട്ടിലേക്ക് ഓടാണ് കേട്ടോ ബാക്കിത്തെ പണി ചെയ്യാനായിട്ട്. വിഷുവിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വിധമാണ് തൃപ്രയാർ എത്തിയത്. ആദ്യം തന്നെ മുകളിലോട്ടാണ് പോയത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നല്ല തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കൽ നടക്കില്ല, കാരണം നിറച്ച ആൾക്കാരാണ്. അതുകൊണ്ട് അതിനൊന്നും നിന്നില്ല, നേരെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അവിടെ പോയി മയിൽപ്പീലി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതും കൂടി വാങ്ങി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ കാണാം.